ഇത്ര നല്ല ശബ്ദം ഉണ്ടായിട്ടാണോ ശാസ്ത്രികൾ മടിച്ചു നിന്നത്? ശബ്ദം പോയി, പാടാൻ വയ്യ, എന്തൊക്കെ നുണകൾ! ദേ നോക്കൂ, പാടുമ്പോ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു. വരദാനം പോലെ കിട്ടിയ ഈ സിദ്ധികൾ ഈ നാട്ടിൽ കിടന്ന് പാഴാക്കി. അതെല്ലാം ആണ്ടവൻ നിശ്ചയം. ശാപം കിടച്ച കുടുംബമാക്കും എങ്ങളുടേത്. പഴയ തലമുറ പണിന പാപങ്ങൾക്ക് ഞാൻ അനുഭവിக்கிறேன். ഏൻ ശാവോടെ അതെല്ലാം തീർത്ത് ഞാൻ കുളന്തകളെ വിട്ടിടുങ്കன்னு കടവുള് കിട്ട പ്രാർത്ഥിக்கிறேன். അതെ, ഒന്നിൽ ഉറച്ചിരിക്കാത്തോണ്ടാ ഈ നിരാശയ്ക്ക് കാരണം. ഒക്കയ്ക്കും പേര് കേട്ട തറവാട്. ആനവൈദ്യത്തിൽ കേമനായ മൂത്രശാസ്ത്രി, വൈദ്യശാസ്ത്രത്തിൽ കേമനായ ഇനിയൊരു ശാസ്ത്രി, വേറൊരാൾ സംഗീതത്തിൽ മിടുക്കൻ. ഒരാൾ തന്നെ ഇതിലെല്ലാം കൂടി കൈവച്ചപ്പോ പെരുവിക്ക് എന്തോ ഒരു കുറവ്. ആരംഭത്തിലെ ഒന്നും വെച്ചാൻ തുടങ്ങരുത്. ഷാപ്പാടുക്ക് ഒരു സെറ്റ് വെട്ടും പോരാത്. അപ്പൊ വേറൊണ്ണം തുടങ്ങും. എരിവും പുളിയും ഒന്നും ഇല്ലെന്നാലും ഇപ്പൊ പട്ടിണി ഇല്ലാമ വീട്ടിലെ പടുക്കലാം. ഇവിടുന്ന് ചായ കുടിക്കുമെങ്കിലും എടുക്കാം. ഇവിടുന്നല്ലേ എവിടുന്ന് വേണേലും കുടിക്കണം. വിശന്നാ ചോദിച്ചു മേടിച്ച് കഴിക്കാം. പക്ഷെ ഇപ്പൊ ചായ വേണ്ടാം. ചായ കുടിച്ച പിരിയും സരസു അകത്ത് മറ്റവൻ കിടക്കേ. അതാ പാടാനൊരു വിശ്വാസക്കുറവ്. ശാസ്ത്രിയുടെ പാട്ട് കേട്ട് ഞങ്ങളൊക്കെ കോരി തരിച്ചു നിന്നിട്ടുണ്ട്. എന്നാ പ്രയോജനം? இந்த ഇട്ടാവട്ട സ്ഥലം മുറിച്ചു കിടക്കാൻ കഴിഞ്ഞോ? എന്നെ ഇവിടെ നല്ല പാടുறவங்க குடும்பத்தில் இருக்கு. யாருக்குமே ஃபேமஸ் ஆக முடியல. കഴിവില്ലാമ இல்லை. நான் சொன்னல அந்த சாபம். அதனாலதான் மன்றம் சொல்ற நாக்கால கடவுளை ശപിക്കുമ്പോൾ ഉള്ളിൽ അടക്കറ കരച്ചില്ലേ, അതിനാലാക്കും എന്നോട് ഷട്ട അടച്ചു പോച്ചു. നാട്ടുകാർ കാണുക പൊട്ടി കരഞ്ഞു പോകുന്ന സമയത്തില് എല്ലാം മറக்கிறதுக்கு ഒരു മരുന്ന്. ഇപ്പൊ അതില്ലാതെ എന്നാല முடியாது. കുട്ടികൾക്ക് പാട്ട് ചൊല്ലി കൊടുக்கிறதுக்கு இந்த சத்தம் போராதா மாதவா? ഭദ്രാ വെങ്കട്ടനപ്പ് മകൾ മാതിരി പാത്തുകളെ പാട ചൊല്ലി കൊടുക്കേ. മതി, അവൾക്കൊരു കൂട്ടാണ് പ്രധാനം. ഈ കുട്ടികൾക്കൊപ്പം ഭദ്ര പഠിക്കേണ്ടതില്ല. എപ്പോഴാ സൗകര്യം വെച്ചാൽ പോന്നോളൂ. ഞാനിതിന്റെ ക്ലാസ്സിൽ ഭദ്രയ്ക്ക് ഇരിക്കാം. കുട്ടി ഞായറാഴ്ച രാവിലെ 8 മണിക്ക് തന്നെ വന്നോളൂ. നീയും വരണം. രാമാനുജത്തുക്കിட்ட എല്ലാം ചൊല്ലി ഏൽപ്പിച്ചിരുന്നേ. ഞാൻ ലേറ്റ് ആനാലും ദക്ഷിണ വാങ്ങறதுக்கு. ദക്ഷിണ കൊടുത്തു. அடேங்கப்பா, எனக்கு மலையாளம் தெரியுமே. உண்மை சொல்றேன். குழந்தைகளுக்கு சொல்லிக் கொடுக்கறதுக்கு அவனுக்கு நல்ல வசம் இருக்கு. அவனுடைய குருவும் நான் தான். இனி എന്നാണ് വരാൻ പറഞ്ഞത്? ഞായറാഴ്ച. அன்னைக்கு நான் வீட்டுல இருக்கோம். எனக்கு தட்சிணை கொடுத்த ஆரம்பம் குறிக்க வந்துட்டு அது ராமன் கையில கொடுத்தது உன் அப்பா கிட்ட சொல்ல வேண்டாம். മനസ്സ് കഷ്ടമാവും. ഒരു അത്യാവശ്യ കാര്യത്തിന് കാലയിൽ ഒരു സ്നേഹിതൻ വന്ന് വിളിച്ചു. ഒരു നല്ല കാര്യത്തിനല്ലേ, പോകാമ ഇരിക്കുന്നത് എപ്പടി പൊപ്പോയി. ഞാനും പറഞ്ഞു ശാസ്ത്രികൾ എങ്ങടാ പുറപ്പെട്ടതെന്ന്. അടുത്ത് വന്നപ്പോ മനസ്സിലാവുകയും ചെയ്തു. നോണ പറയണ മാഷുമാരുടെ അടുത്ത് പഠിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞായറാഴ്ച വരും. ₹10 കൊടു മച്ചാ. ചുമ്മാ
எவ்வளவு கிடைச்சது? என்ன? தட்சணா 10 ரூபா. 50 ரூபா கொடுக்கறேன், நீ 10 கொடு. അത്താ കയ്യില് പണം, അമ്മ അവനക്ക് സിഗ്നൽ. രണ്ടാൾക്ക് നല്ല പുള്ള. ഇതാ അമ്മ அந்த ஆள வித்யா. உனக்கு ஞானம்னு பேரிட்டது எதுக்குன்னு தெரியுமோ? நீ ஒரு விவரம் கெட்டவள் ஆக்குன்னு நீ பிறந்ததிலே எனக்கு தெரியும். குடுறி. அப்படியானா நீ அதை எடுத்து கொடுத்துடு. அந்த ஆனமைக்கு சாப்பிட்டு எங்கேயாவது போய் படுக்கட்டும். ஆனமை அது ரொம்ப ஓல்டு. இப்ப புதுசா ஒண்ணு வந்திருக்கு. என்ன? கிறிஸ்டியன் மாப்பிள்ளை. பெஸ்ட் சாதனை. 50 RS கொடுத்தா போதும். கைலாசத்துக்கு போகணுமா, பழனியில போகணுமா, எங்க வேணாலும் நிம்மதியா போலாம். ഹലോ ഹലോ നല്ല പിള്ളേ, ഏ? ഇങ്ങ വാ. ക്രിസ്ത്യൻ മാപ്പിളയാ? അവൻ 50 രൂപയ്ക്ക് ക്രിസ്ത്യൻ മാപ്പിളേ. 200 போட்டா இன்னையில இருந்த 3ஆம் நாள் தான் தலை பொந்துவேன். இந்த பேரெல்லாம் உங்களுக்கு எப்படி தெரியும்? நான் தானே வாங்கி கொடுக்கறது. அதோட வீரியம் விலையும் கரெக்டா தெரியுமே. சாப்பிட்டேன்னு தெரிஞ்சா இப்ப அம்மா கையில கொடுக்கற பெண்பணம் பாரு. 1 லட்சம் ஆயிருந்தாலும் இந்த ஞானத்தை உங்களுக்கு கிடைக்காது. அத்தா கையில கொடுக்கற பணம் அதுக்கா நினைச்சிட்டியா? പിന്നെ யாராவது வந்தா உன்னை கல்யாணம் பண்ணி விடுறதுக்கு என்னோட சின்ன டொனேஷன், அவ்வளவுதான். പോയ பெரிய ഭാഗവത. അടിയങ്കപ്പാ, രാഹുൽ ദ്രാവിഡിനെ പോലെ ഇരിക്ക്. പോലിരിക്കല്ല, ദ്രാവിഡ് തന്നെയാ. എന്റെ സ്കൂളിലാ ദ്രാവിഡ് പഠിച്ചത്. ഞങ്ങളൊരു റിസപ്ഷൻ കൊടുത്തു. അപ്പ എടുത്താ. അടുത്ത പേജ് മറിച്ചു നോക്ക്. ഏ ഷാരൂഖ് ഖാനാ? ഞങ്ങൾ ഊട്ടി പോയിരുന്നു. അവിടെ ഷാറൂഖ് ഖാൻ ഏതോ ഷൂട്ടിങ്ങിന് വന്നാണത്രേ. ഇടിച്ചു കിരി ചോദിച്ചൊരു ഫോട്ടോ എടുത്തോട്ടെന്ന്. അപ്പൊ അയാൾ അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് പറയാ എടുത്തോളെ. இந்த 2 பேர்ல யாரை பிடிக்கும்? ദ്രാവിഡിനെ. ക്ലാസിക്കൽ മ്യൂസിക് അല്ലേ ഇഷ്ടം? ആ. കൊളോണിയൽ കസിൻസ് കേട്ടിട്ടുണ്ടോ? കേട്ടിருக்கு. അതെനിക്ക് പിടിക്കലേ. എന്നാ വേറെ ഇടാം. ഉണ്ണിയപ്പം ഇപ്പൊ ഉണ്ടാക്കിയതാ. ഇഷ്ടാവോ? நாங்க நாயர் வீட்டில இருந்து ஒன்னும் சாப்பிடக்கூடாது. எனக்கு அப்படியானோ இல்ல. நீங்க யார்கிட்ட சொல்ல வேண்டாம். ഇത് யாரு പാടിയത്? എന്റെ ഒരു ഫ്രണ്ടിന്റെ ചേച്ചി. എന്നെ കുറച്ചാൽ അവരും പാട്ട് പഠിപ്പിച്ചു. അവര് പാടുന്നതേ ശരിയല്ല. സ്റ്റൈലാ പാടുമ്പോ അതിലെ ജീവനെ പോയിടും. പിന്നെ എങ്ങനെയാ പാടേണ്ടത്? അത് നിർത്തിരുങ്ക. ഭദ്ര സംഗീതം എത്ര കാലം പഠിച്ചു? അങ്ങനെ ചിട്ടയായിട്ടൊന്നുമില്ല. ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അമ്മ. അമ്മയും മകളും തമ്മിലുള്ള പഠിപ്പ് ശരിയാവില്ല. പിന്നെ അവിടെ സ്ഥിരമായിട്ട് ടീച്ചേഴ്സിനെ കിട്ടില്ല. കാസറ്റുകളാണ് പ്രധാന ഗുരുക്കന്മാർ. ആരോടാ കൂടുതൽ താല്പര്യം? MD രാമനാഥൻ. അപ്പോ എന്നെ ഇഷ്ടപ്പെടാൻ വഴിയില്ലല്ലോ. ഇഷ്ടപ്പെട്ടു. ചാരുവേശിയില് ഏതൊക്കെ കീർത്തനം അറിയാം? ചെമ്മാങ്കുടി പാടിയ കൃപയാ പാലയ, പിന്നെ ബാലമുരളിയുടെ. അപ്പോ ഞാൻ പാടിയത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാ നോണ? അല്ല, എന്തോ ഒരു ആകർഷണം ഇതിനുണ്ട്. ശബ്ദം, ഭാവം, ആലാപനത്തിലെ ഐ മീൻ. നീ വരയാ? വരുന്നോന്ന്. മലയാളത്താനാ? ആലുവമൊഴിക്ക് എന്താ പക്കം? യാരെയും നമ്പക്കൂടാതെ. എവിടെയാ ഈ ആലുവമൊഴി? ഇങ്ങേരുത് കൊഞ്ചം വടക്ക്. ആലുവപ്പുഴയ്ക്ക് ഇപ്പുറത്തുള്ളവരെ വിശ്വസിച്ചൂടാന്നാ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറ്. അപ്പൊ ഉങ്ക ഊരെങ്കെ? അമ്മയുടെ നാട് ആലുവാപ്പുഴയ്ക്ക് അപ്പുറത്താ. ശാസ്ത്രികൾ നല്ലോണം മലയാളം പറയുന്നല്ലോ. ശാസ്ത്രികളുടെ അമ്മാവെ തിരുമണ ചേഞ്ച് കൊടുത്തത് തിരുവനന്തപുരത്താക്കും. ശാസ്ത്രികൾ പഠിച്ചതും അങ്കത്താൻ. ഇനി ഞാൻ തന്നെ പൊക്കോളാം. കൂട്ടുവരണമെന്നില്ല. എന്നാ திடீர்னு இங்க வந்தது? பார்த்தது மதியங்க. கிடைச்ச நேரத்துல பாட்டு பாடி ரசிப்பிக்கிறாரு, இங்கிலீஷ் பேசுறாரு. இஷ்டமாய் ஒന്നൊരു கேள்வியும் கூட. மலையாளத்த மாதிரி கள்ளமாரா? எடி, அந்த பொண்ணுக்கு உன்ன மாதிரி அசூய கிடையாது. ஸ்ட்ரெயிட் ஆக்கும். ஏன் பாட்டு பிடிக்குன்னு எவ்வளவு ஃப்ராங்கா சொல்லிட்டு போன பாத்தியா? அந்த பேச்சில கள்ளமே கிடையாது. யாரெல்லாம் தெரியுமா அந்த குட்டியோட கம்பெனி? யாரு? ஷாரூக் கான், ராகுல் டிராவிட். டிராவிட்னு ആ കുട്ടിക്ക് ரொம்ப பிடிக்கும். ஒருவேளை அவங்க கல்யாணம் கூட முடிக்கலாம். அது கிடைத்தா இங்க ஒராளுടെ இங்கிலீஷ். எனக்கு ஒரு ஆளை மட்டும்தான் பிடிக்கும். யாரு? உங்க அப்பா.
വീട്ടിലെ പൊടി. സ്വന്തം ഭക്ഷണമാണ്, വേറെ ആരും തട്ടിപ്പറിച്ചോണ്ട് പോയില്ല. വേറെ പണിയുള്ളവർക്ക് സ്പീഡ് കുറച്ച് കൂടും. എന്താണാവോ അത്ര വലിയ പണി? പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ബുക്കും വെച്ചിരിക്കും. ചുറ്റും നടക്കുന്നതേ ആ കണ്ണ്. എന്താ അമ്മേത്? മീന്റെ മണം വന്നാൽ ഞാൻ അതിൽ വീഴുന്ന് കരുതിയാ നേരത്തെ കഴിക്കാനിരുന്നത്. എന്താ മുനികുമാരി, ഈ ലോകം ഇന്നുകൊണ്ട് അവസാനിക്കാൻ പോകണോ? ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഭദ്രയ്ക്കാവും. ടി വിയിൽ ഇന്നാളെ പോത്തിനെ കൊല്ലുന്ന സീൻ കാണിച്ചിരുന്നു. അത് കണ്ട് പേടിച്ചതായിരിക്കും. അതുകൊണ്ടൊന്നും അല്ല, മാംസം കഴിക്കണ നാവില് സംഗീതം വരില്ല. ആര് പറഞ്ഞു? ശാസ്ത്രികള്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ പ്യുവർ വെജ്. നീ ആ പ്ലേറ്റ് മാറ്റി വെക്കേ, ഞാൻ വേറെ തരാം. വേണ്ട, മതി. മോളുടെ കെയർ ഓഫിലാ ഇതൊക്കെ കിട്ടുന്നത്. അത് നിൽക്കും. ഒരാൾക്ക് വേണ്ടി നോൺ വെജ് ഇവിടെ വെക്കുന്നില്ല. ഞാൻ പുഴ പോയി കുളിച്ചോട്ടെ. നിനക്കെന്താ കിറുക്കാണോ ഭദ്രേ? ഞാനെമ്പാളും കൂട്ടുകാരൻ പുലർച്ചെ പുഴ പോയിട്ടാ കുളിക്കുക. അവർക്ക് ശീലം ഉണ്ടാവും. അത് കഴിഞ്ഞ അമ്പലത്തിൽ എന്തെങ്കിലും പണി ഉണ്ടാവും. വെളുപ്പിന് തണുത്ത വെള്ളത്തിൽ സാധകം ചെയ്യണത് നല്ലതാ അത്രേ. നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ഞാനും. ഇത്തിരി ബുദ്ധിമുട്ടിയാലും ശ്രമിച്ചാൽ നല്ലതാന്ന് ശാസ്ത്രികളും പറഞ്ഞു. ஏய், வேகம் ட்ரெஸ் சேஞ்ச் பண்ணுங்க. வெட்டம் வரதுக்கு முன்னாடியே இந்த இடம் விடணும். அல்லேனா நம்ம மேத்தா ஆம்பளால கண்ணு. சும்மா இரு கண்ணா, இங்க அப்படி ஒண்ணும் இல்லை. ஒண்ணுமே பயப்பட வேண்டாம். பார்த்தது போதும். யாராவது கண்டா உங்களுக்கு ஒரு என்ன நினைப்பே? എന്ത് മന്ത്രം അത്? ഉറക്കെ ചൊല്ലിക്കൂടെ? അപ്പൊ നമുക്കും കേൾക്കാലോ. ഗായത്രി മന്ത്രം ദിനവും 1008 ആവർത്തി ഉരുവിടുവാർ അവർ. ആറ്റ് തണിയില് 336. പൂജയ്ക്ക് മുന്നാടിയെ കോയിൽ എത്ത വേണ്ടാമാ. അതുതാൻ இந்த സ്പീഡ്. വായിച്ചു നോക്കാമോ? ഇത്രമേൽ മണമുള്ള കുടമുല്ലപ്പൂകൾക്ക് എത്ര കിനാക്കളുണ്ടായിരിക്കും. സന്ധ്യാംബരത്തിന്റെ മിഴിവിളക്കിൽ അവയെത്ര അഴകുള്ളതായിരിക്കും. സന്ധ്യാംബരത്തിന്റെ മിഴിവിളക്കിൽ. എന്തോ ഒരു സുഖക്കുറവുണ്ടല്ലേ? താളത്തിന് കുഴപ്പമൊന്നുമില്ല, എന്തോ ഒരു ചേർച്ചക്കുറവ്. സന്ധ്യാംബരത്തിന്റെ മന്ദസ്മിതങ്ങളിൽ അവയെത്ര അഴകുള്ളതായിരിക്കും. വെരി ഗുഡ്. ഒന്നിനും ശ്രദ്ധയില്ലാതെ ഭക്ഷണം കൂടി വേണ്ടാന്ന് വെച്ച് മുറിയടച്ചിരിക്കുന്ന കണ്ടപ്പോഴേ തോന്നി ഈ നെമിനയിലോ കാളന്തിയിലോ വിളയാടാൻ പോയിട്ടുണ്ടാവുന്നു. എന്താണ് ഇന്ന് മോളെ ഇത്ര സന്തോഷിപ്പിച്ചത്? ഞാൻ ഇന്ന് തടാകത്തിനടുത്ത് കുറെ പൂക്കൾ കണ്ടു. നോക്കട്ടെ നോക്കട്ടെ. ആരാ ഇത് അയച്ചു കൊടുത്തേ? ആരാ? സത്യമായിട്ടും ഞാനൊരു ശുപാർശയ്ക്കും പോയില്ല, വെറുതെ അയച്ചു കൊടുത്തു. ബാബു ഒന്ന് വിളിച്ചപ്പോഴാണ് അറിയുന്നത് ഈ ലക്കത്തിലുണ്ടെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? രണ്ടഭിപ്രായമുണ്ട്. എന്തോന്നാ രണ്ടഭിപ്രായം? ഒന്ന് പോരാ. പിന്നെ പോരാ അല്ലേ? ചിലപ്പോ ഡോക്ടർ മാധവൻ നായർ ഭദ്രൻ നായരുടെ അച്ഛൻ എന്ന നിലയിൽ അറിയപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്രമേൽ മനമുള്ള കുടമുള്ള പൂകൾക്ക് എത്ര കിനാക്കളുണ്ടായിരിക്കും. സന്ധ്യാംബരത്തിൻ്റെ മന്ദസ്മിതങ്ങളിൽ അവയെത്ര അഴകുള്ളതായിരിക്കും. ഗപഗരി സരിഗരി സഗരി സധാപ പൂവിൻ്റെ സ്വപ്നങ്ങൾ പൂക്കളെക്കാളും മൃദുലവും സൗമ്യവുമായിരിക്കും. താമര നൂൽ പോൽ പൊഴിയും നിലാവിലും യദുകുല കാമ്പോജിയായിരിക്കും.
എത്ര കിനാക്കളുണ്ടായിരിക്കും. നിത്യവിലോലമാം സ്വപ്നങ്ങളും ഞാനും എല്ലാ രഹസ്യവും പങ്കുവയ്ക്കും. ആത്മാവിനുള്ളിൽ വന്നറിയാതെ പടരുന്നതാരാഗ പരിമളമായിരിക്കും. ഇത്രമേൽ മണമുള്ള കുടമുള്ള പൂകൾക്ക് എത്ര കിനാക്കളുണ്ടായിരിക്കും. വാരികയിൽ ഫോട്ടോ അച്ചടിച്ചു വന്നുകൊണ്ട് ആളെ പിടിയിട്ടു. കവിത ഇങ്ങനെ പാടാനുള്ളതല്ലാന്നറിയാം. എങ്കിലും എന്റെ തൊഴിൽ വെച്ച് ഞാൻ ഒരു രാഗത്തിലേക്ക് ഇട്ടു. കവിത മോശാക്കിയില്ലല്ലോ. എന്റെ കവിതയ്ക്ക് ഇത്ര അർത്ഥമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നീലാംബരി രാഗമെന്ന് പാടാമോ? അത് കേൾക്കാനാണ് എനിക്കേറെ ഇഷ്ടം. എന്തിനെന്നോ, എന്റെ മനസ്സിൽ കവിത പിറക്കാൻ. നീലാംബരി പെയ്തിറങ്ങിയ പുഴയിൽ ഒരു സൂര്യൻ ഒളിച്ചിരിപ്പുണ്ട്. പെയ്തൊഴിയാൻ വെങ്ങുന്ന മഴ. ഏത് രാഗമാണ് അതിനൊരു കൊടുങ്കാറ്റാവുക? കൂട്ടുകാരോടെ ഞാൻ നേരത്തെ പോന്നു. ഏയ്, ഇതില് പറഞ്ഞത് മറക്കണ്ടാട്ടോ. രാത്രി നിറയെ ജോലി ഉണ്ടായിരുന്നു. ആരുടെ വന്നിരുന്നല്ലോ വീട്ടിക്ക്?